കേരളത്തിലെ സൂറോ മലബാർ സഭയിലെ ഇടവക വൈദികന്മാർ. കേരളത്തിലെ സൂറോ മലബാർ സഭയിലെ ഇടവക വൈദികന്മാരെ സംബന്ധിച്ച് ഈ സന്ദേശം നൽകുന്നത് റവറൻഡ് ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. ഫോൺ നമ്പർ 9446458573. റിപ്പീറ്റ് 9446458573. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഫരമേറ്റ വിശിഷ്ടസ്ഥാനം എന്ന ഗാനശകലം സൂറോ മലബാർ സഭയിലെ പൗരോഹിത്യ ശുശ്രൂഷ കർമ്മത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കേരളത്തിലെ സൂറോ മലബാർ സഭയിലെ ഇടവക വൈദികന്മാരെ പറ്റി ഇതുപോലൊരു സന്ദേശം നൽകുവാൻ ഞാൻ കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ പ്രത്യേക പ്രവണതകളനുസരിച്ച് കുറ്റം ചെയ്യുന്നവരല്ല കുറ്റക്കാരാകുന്നത്, മറിച്ച് കുറ്റക്കാരെ കാണിച്ചു കൊടുക്കുന്നവരാണ് കുറ്റക്കാരാകുന്നത്. സഭയെക്കുറിച്ച് സഭാസ്നേഹികൾ വിമർശനാത്മകമായി എന്തു പറഞ്ഞാലും അവരൊക്കെ ഇടതന്മാരായി മുദ്ര കുത്തപ്പെടുകയും സാധാരണമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസിലെ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ചിന്താർഹമാണ്. എന്നാൽ സർപ്പം ഹാവയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊറിന്ത്യൻസ് 11:3. വിശുദ്ധ പൗലോസിൻ്റെ ഈ വാക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സൂറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കത്തോലിക്കർ ലത്തീൻ, മലങ്കര, സീറോ മലബാർ എന്നീ 3 റീത്തുകളിൽപ്പെട്ടവരാണ്. ആഗോള കത്തോലിക്ക സഭയിൽ കിഴക്കൻ സഭയിൽ 5 റീത്തുകളും പടിഞ്ഞാറൻ സഭയിൽ 2 റീത്തുകളുമാണുള്ളത്. ഈ 7 റീത്തുകളിലുമായി 21 ഉപവിഭാഗങ്ങളുണ്ട്. പടിഞ്ഞാറൻ റീത്തിലെ റോമൻ റീത്തിൻ്റെ കീഴിൽ 2 ഉപവിഭാഗങ്ങളുള്ളതിൽ ഒന്നാണ് ലത്തീൻ റീത്ത്. കിഴക്കൻ സഭയിലെ 5 റീത്തുകളിലൊന്നായ അന്ത്യോക്യൻ സഭയിലെ ഒരു ഉപവിഭാഗത്തിൽപ്പെട്ടതാണ് മലങ്കര കത്തോലിക്ക സഭ. കിഴക്കൻ സഭയിലെ ഒന്നായ കൽദായ റീത്തിൻ്റെ ഉപവിഭാഗത്തിൽപ്പെട്ടതാണ് സൂറോ മലബാർ സഭ. കൽദായ റീത്തിലെ മറ്റേ വിഭാഗം കൽദായ സഭക്കാർ തന്നെയാണ്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വിവിധ റീത്തുകളെ സംബന്ധിച്ച് ഒരു വിശദീകരണം കൂടി നൽകുവാൻ ആഗ്രഹിക്കുന്നു. പടിഞ്ഞാറൻ സഭയിലെ 2 റീത്തുകൾ റോമൻ റീത്ത്, ഗാളിക്കൻ റീത്ത് എന്നിവയാണ്. ഈ റീത്തുകളുടെ ഉപവിഭാഗങ്ങളാണ് ലത്തീൻ, അംബ്രോസ്യൻ, ഗാളിക്കൻ, മൊസറബിക് എന്നീ റീത്തുകൾ. കിഴക്കൻ സഭയിലെ അന്ത്യോക്യൻ, അലക്സാൻഡ്രിയൻ, കൽദായ, അർമേനിയൻ, ബൈസൻറ്റൈൻ എന്നീ റീത്തുകളുടെ ഉപവിഭാഗങ്ങളാണ് സിറിയൻ, മൊറോനൈറ്റ്, സൂറോ മലങ്കര, കോപ്റ്റിക്, എത്യോപ്യൻ, കാൽഡിയൻ, സൂറോ മലബാർ, അർമേനിയൻ, അൽബേനിയൻ, ബൾഗേറിയൻ, മൽക്കൈറ്റ്, റൊമേനിയൻ, റഷ്യൻ, റുത്തേനിയൻ, യുക്രൈൻ, സ്ലോവാക്ക്, ജോർജിയൻ എന്നീ റീത്തുകൾ. കിഴക്കൻ സഭകളിൽ അംഗസംഖ്യ കൊണ്ട് ഏറ്റവും വലിയത് കാൽഡിയൻ റീത്തിലെ സൂറോ മലബാർ സഭയാണ്. കേരളത്തിലെ സൂറോ മലബാർ സഭ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷജനകമായ വാർത്തയാണ്. കേരളത്തിലെ സഭയുടെ ഉദയം വിശുദ്ധ തോമാസ് ശ്ലീഹായിൽ നിന്നാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ആധുനിക കാലത്തുള്ളതുപോലുള്ള മാധ്യമങ്ങളോ പ്രചരണങ്ങളോ PROമാരോ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് സഭയുടെ വളർച്ച സത്യസന്ധവും സുതാര്യവുമായിരുന്നു. ഇന്ത്യയുടെ 2-ാം അപ്പസ്തോലനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ 1506 മുതൽ 1555 വരെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി 1500കളിൽ ഇന്ത്യയിൽ ലത്തീൻ റീത്ത് ആരംഭിച്ചു. അതിന് പിന്നാലെ വന്ന വിദേശ മിഷണറിമാരും സഭാസ്നേഹികളുമെല്ലാം ലത്തീൻ റീത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ ശക്തിയും സ്വാധീനവും കൊണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന സഭയെ അവരുടെ ചൊൽപ്പടിയിലാക്കിയെന്ന് പറയാം. വിസ്തര ഫൈത്താൽ കേരളത്തിലെ സൂറോ മലബാർ സഭയുടെ ചരിത്രപരമായ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ സഭ വിദേശികളുടെ വരവോടുകൂടി ലത്തീനീകരിക്കപ്പെട്ടുവെന്ന് സഭാ ചരിത്രകാരന്മാർ പറയുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലത്തും അതിനു പിന്നാലെയും സൂറോ മലബാർ സഭയുടെ നഷ്ടപ്പെട്ട വ്യക്തിത്വം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സൂറോ മലബാർ സഭയുടെ തനിമ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സഭയുടെ തനിമ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങൾ സഭയെ വിഭജനത്തിൻ്റെ വക്കുവരെ എത്തിച്ചുവെന്നത് മറച്ചുവെക്കുവാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. കേരള സഭയുടെ തനിമ കണ്ടുപിടിക്കുവാനുള്ള ചില സഭ അധികാരികളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കിഴക്കൻ സഭയുടെ തൊപ്പി വയ്ക്കുന്നതും
കറുത്ത ഗൗൺ ധരിക്കുന്നതും മീശ വയ്ക്കുന്നതും ഫ്രാൻസിസ് ഡ്രസ് പോലെ മറ്റ് റീത്തുകളിലെ വേഷവിധാനങ്ങൾ അണിയുന്നതും കാണുമ്പോൾ യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി പറഞ്ഞ വാക്കുകൾ നമ്മെ സംബന്ധിച്ചു കൂടിയല്ലേ എന്ന് ചിന്തിച്ചു പോകും. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രങ്ങളുടെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. മത്തായി 23:5-6 വാക്യങ്ങൾ. ഈ സന്ദേശം നൽകുന്ന ഞാൻ USA-യിൽ നീണ്ട വർഷക്കാലം ന്യൂയോർക്ക് അതിരൂപതയിൽ സേവനം ചെയ്തിട്ടുണ്ട്. അവിടെ ലോകറീത്തുകളിലെ 11 പരം റീത്തുകളിലെ സഭാ വിഭാഗങ്ങളുണ്ട്. സൂറോ മലബാർ സഭയുടെ ചിക്കാഗോ രൂപത പോലെയും അമേരിക്ക, കാനഡ, മലങ്കര രൂപത പോലെയും 11 പരം റീത്തുകളുടെ മെത്രാന്മാർ അവരവരുടെ റീത്തുകളിൽ സേവനം ചെയ്യുന്നു. ലോകത്തെവിടെയും സഭയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഘടകം കുടുംബങ്ങൾ അടങ്ങിയ ഇടവകകളുമാണ്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇടവകകളിലൂടെയാണ്. മാമോദിസ എന്ന പരിപാവനമായ കൂദാശാസ്വീകരണത്തിലൂടെ ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നു. ആ വ്യക്തി ആണ് ക്രൈസ്തവ ജീവിത മാതൃകയിലൂടെ ഭാവിയിൽ സാമൂഹ്യ നേതാവോ രാഷ്ട്രീയ നേതാവോ മതപുരോഹിതനോ മെത്രാനോ കർദിനാളോ മാർപ്പാപ്പായോ എല്ലാം ആയിത്തീരുന്നത്. കേരളത്തിൽ 3 റീത്തുകളിൽപ്പെട്ട ഇടവക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും സൂറോ മലബാർ സഭയിലെ വൈദികന്മാരെ പോലെ കടുത്ത നിയന്ത്രണങ്ങളിൽ കഴിയുന്നവർ മറ്റു റീത്തുകളിൽ ഇല്ലെന്ന് പറയാം. ഏത് യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിച്ചാലും അങ്ങനെയൊന്നും നമ്മുടെ ഇടയിലില്ല, അത് വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം എന്ന് പറയുക എന്ന പ്രവണതയാണ് പല മെത്രാന്മാരിലും വൈദികന്മാരിലും അപൂർവം ചില അൽമായരിലും കണ്ടുവരുന്നത്. വിമർശകനെ കുത്തിക്കുന്നതുവരെ അവനെ നിശബ്ദനാക്കുന്നതുവരെ അധികാരികളും അവരുടെ വലയവും തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുമെന്ന ഒരു വസ്തുതയാണ്. ഇടവക നേതൃത്വം വഹിക്കുന്ന വൈദികന്മാർ പലരും കുറച്ചുകാലം ഊർജ്ജസ്വലതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിച്ചാലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം മേലധികാരികളോടുള്ള വിയോജിപ്പ് കൊണ്ട് ഇടവക ജനങ്ങളുമായുള്ള അലോരസം കൊണ്ട് നിർവീര്യരായി മനോധൈര്യം നഷ്ടപ്പെട്ട് ആശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാതെ നല്ല പിള്ള ചമഞ്ഞ് ഒതുങ്ങിക്കഴിയുവാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അമേരിക്കയിലെ നീണ്ടകാലത്തെ സേവനത്തിനു ശേഷം നാട്ടിൽ മടങ്ങി വന്ന ശേഷം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ പല സൂറോ മലബാർ സഭയിലെ ഇടവക വൈദികരെ കണ്ട് ഒരു പഠനം നടത്തുകയുണ്ടായി. അതനുസരിച്ച് നല്ലൊരു ശതമാനം ഇടവക വൈദികന്മാരും ആ ഗണത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തി സെമിനാരി പഠനകാലത്ത് ആധ്യാത്മികതയും ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സ്വഭാവചരിത്രവും വിവിധ മതപഠനവും വിവിധ ഭാഷാപഠനവും എല്ലാം നടത്തുന്നുണ്ടെങ്കിലും ഇടവക ഭരണ സംബന്ധമായ കാര്യങ്ങൾ അവിടെ അവഗണിക്കപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. പൗരോദ്യ സ്വീകരണ ശേഷം ഏതെങ്കിലും പള്ളിയിൽ അസ്തേന്ത്യച്ഛനായി നിയമിതനായാലും പല വികാരിമാരും അവരെ കളത്തിൽ കയറ്റാറുമില്ല. ഇടവക വൈദികൻ്റെ ഭരണപരാജയത്തിന് പിന്നിലൊരു വലിയ കാരണം കൂടിയുണ്ട്. രൂപതകൾ ഭരിക്കുന്ന പല മെത്രാന്മാരും പല വികാരിനാളന്മാരും ചാൻസലർമാരുമൊക്കെ ഒരിക്കൽ പോലും ഇടവുകളിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവരാകൊണ്ട് വൈദികന്മാരെ എങ്ങനെ നയിക്കണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും അറിഞ്ഞുകൂടാ. ഇടവക വൈദികനെ നയിക്കേണ്ടത് നിയമങ്ങളോടും കൽപ്പനകളോടും ഒപ്പം സ്നേഹവും കരുണയും സാഹോദര്യവുമാണ്. മേലധികാരികളിൽ നിന്നും ഇത് ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ പല വൈദികന്മാരുടെയും ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അഭാവത്തിൽ കുറച്ചു വർഷങ്ങൾക്കകം വൈദികൻ്റെ നല്ല അരൂപിയെല്ലാം നഷ്ടപ്പെട്ട് കേടുകളും പാടുകളുമെല്ലാം സംഭവിച്ച പഴങ്ങൾ വീണുപോകുന്നത് പോലെ വൈദികനും വീണുപോകുവാൻ കാരണമാകുന്നു. ഒരാൾ വീണുപോയാൽ പിന്നീടുള്ള വിമർശനങ്ങളാണ് ഖേദകരം. അദ്ദേഹം വഴക്കാളിയാണ്, മുൻകോപിയാണ്, ആധ്യാത്മികതയില്ലാത്ത ആളാണ് എന്നൊക്കെ വിമർശനമുണ്ടാകും. അദ്ദേഹം പണ്ടേ ഒരു മാനസിക രോഗിയായിരുന്നുവെന്ന് മുദ്രകുത്തും. ഒരു വ്യക്തി കുറച്ചു കാലത്തെ വൈദിക സേവനത്തിലൂടെ ഇത്രയും മോശക്കാരനായതിന് നമുക്കാർക്കും പങ്കില്ലേ? മെത്രാന് പങ്കില്ലേ? സഹപ്രവർത്തകരായ വൈദികന്മാർക്ക് പങ്കില്ലേ? സേവനം ചെയ്ത ഇടവകയിലെ ദൈവജനത്തിന് പങ്കില്ലേ എന്ന് പഠനം നടത്തേണ്ടതുണ്ട്. വന്യമൃഗമായ ആനകളുടെ ഇടയിൽ വീണുപോയി ആനകളെ എത്ര താല്പര്യത്തോടു കൂടിയാണ് ആനക്കൂട്ടം സംരക്ഷിക്കുന്നതെന്ന് പലരും കണ്ടിട്ടുണ്ടാവും. ഇടവകയിലെ ദുരിത അനുഭവങ്ങളുടെ അഭിമുഖീകരിക്കുവാൻ താല്പര്യമില്ലാത്ത ബുദ്ധിജീവികളായ വൈദികർ ഇക്കാലത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കയറിപ്പറ്റി ഇടവക വൈദികന്മാരെക്കാൾ 5-6 ഇരട്ടി ശമ്പളം വാങ്ങി സുഖമായി ജീവിക്കുന്നതും വിസ്മരിക്കാവുന്നതല്ല. അവർക്കാരോടും പിണങ്ങണ്ട, യോഗങ്ങൾ നിയന്ത്രിക്കേണ്ട, പെരുന്നാൾ ആഘോഷ നിയന്ത്രണങ്ങൾ വേണ്ട, വിവാഹ ശവസംസ്കാര വേളകളിൽ അപൂർവമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട, അങ്ങനെ നല്ല പിള്ളയായി ജീവിക്കുവാൻ സാധിക്കുന്നു.
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാമ്പ് ഫോളോവേഴ്സിനെ പോലെ മെത്രാസന മന്ദിരങ്ങൾ മാത്രം ആസ്ഥാനമാക്കി ജീവിക്കുന്ന ഏതാനും വൈദികരുണ്ട് പല രൂപതകളിൽ. അവരെ സംബന്ധിച്ച് തെങ്ങിൽ കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ അതുതന്നെ ശരി എന്ന് പറഞ്ഞുകൊള്ളും. അതുപോലെ സഭയെ സംരക്ഷിക്കുന്ന ചില റീത്ത് തീവ്രവാദികൾ കൂടിയായാൽ സഭാകാര്യം നന്നായി എന്ന് ചിന്തിക്കുന്ന രൂപതകളും ചില വൈദികന്മാരുമുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടവക വൈദികരെ ശുദ്ധീകരിച്ച് അടങ്ങൂ എന്ന് ശഠിക്കുന്ന സ്വന്തം നാട്ടിലും സ്വന്തം വീട്ടിലും പോലും അംഗീകാരമില്ലാത്ത നേതാക്കളുടെ ശല്യം ചില സ്ഥലങ്ങളിലുണ്ട്. അവരിൽ ചിലർ രൂപതയ്ക്ക് കടം കൊടുത്ത് സഹായിക്കുന്നവരും കള്ളപ്രവാചകന്മാരുമാണ്. അവരുടെയൊക്കെ ഉപദേശം മെത്രാൻ്റെ ഓഫീസിൽ സ്വീകാര്യമാകുമ്പോൾ പാപം ഇടവക വൈദികൻ കരിവേപ്പില പോലെ സ്ഥലം മാറ്റപ്പെടുന്നത് ഇടവക വൈദികൻ്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്നതും പ്രവർത്തനത്തെ നിർവീര്യമാക്കുന്നതുമാണ്. വൈദിക സ്ഥലമാറ്റങ്ങളും നിയമനങ്ങളും നമ്മുടെ ചില രൂപതകളിൽ ഇതുവരെ സുഗമമായി നടക്കുന്ന ചില സ്ഥലങ്ങളിൽ ആലോചന കൂടാതെയുള്ള നിയമന കൽപ്പനകൾ എഴുതിയ ശേഷം 1, 2, 3 പ്രാവശ്യം മാറ്റി എഴുതുന്നതും സംഭവിക്കാറുണ്ട്. എല്ലാവരെയും എല്ലായിടത്തും നിയമിക്കുവാൻ സാധിക്കുകയില്ലെന്നതൊരു വസ്തുതയാണ്. ഒരവസരത്തിൽ അഭിയോന്യ കാർഡിനൽ മാർ ആൻ്റണി പടിയറ പറഞ്ഞ വാക്കുകൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇടവക പള്ളി കൊടുത്താൽ കുറച്ച് ഇടവക പള്ളികൾ മിച്ചം വരികയും എല്ലാവരോടും ഏതു വൈദികനെ വേണമെന്ന് ചോദിച്ചാൽ കുറച്ച് വൈദികരും മിച്ചം വരും. കേരളത്തിലെ സീറോ മലബാർ രൂപതകളിലെ ഇടവക വൈദികരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ രൂപതകൾ പഠന വിഷയമാക്കുന്നത് നല്ലതായിരിക്കും. രൂപതകളെല്ലാം ഭംഗിയായി പോകുന്നുണ്ട്, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു പോകുന്ന കേന്ദ്രങ്ങളും അതെല്ലാം ശരിയാണെന്ന ഗതികേടുകൊണ്ട് സമ്മതിച്ചു പോകുന്ന വളരെയധികം വൈദികന്മാരും ഉണ്ടാവാം. വാസ്തവം മറിച്ചാണെന്ന് തുറന്ന് സമ്മതിക്കുവാൻ തയ്യാറാവുന്ന വളരെയധികം വൈദികന്മാരെയും കാണാൻ പറ്റും. സഭയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്ന് എല്ലാവരും പറയുമെങ്കിലും ആ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുവാൻ ധൈര്യമില്ലാത്തവരാണ് പലരും എന്നതാണ് വസ്തുത.